ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലതാണോ മോശമാണോ? അപ്പോൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു വ്യക്തി ഒരു ലോങ് പീരിയഡ് ഓഫ് ഫാസ്റ്റിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഒരു ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡയറ്റിങ്ങിൻ്റെ പല പല തരങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റി തന്നെ മൂവ് ചെയ്യുന്നത്, അല്ലേ? കീറ്റോ ഡയറ്റ്, GM ഡയറ്റ്, ഇങ്ങനെ പല പല ഡയറ്റുകൾ നമ്മുടെ ഇടയിൽ എല്ലാവർക്കും അറിയാവുന്നതും പലരും പ്രാക്ടീസ് ചെയ്യുന്നതുമാണ്. ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾ ഡയറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും പലതരം ധാരണകൾ ആൾക്കാരുടെ ഇടയിലുണ്ട്. അതിലിപ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് നല്ലതാണോ മോശമാണോ? ആദ്യം എന്താണ് ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു കാലയളവിലേക്ക് മാത്രം നമ്മൾ ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞ് ഒരു വലിയ കാലയളവിൽ ഫുഡ് കഴിക്കാതെ ഇരിക്കുക. അത്രയും ഫേസ് ഫാസ്റ്റ് ചെയ്യുക. അപ്പം സാധാരണ ചില ആൾക്കാർ ചെയ്യാറുണ്ട്, രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, വൈകുന്നേരം 8 മണിക്ക് ഡിന്നർ കഴിക്കും, അത് കഴിഞ്ഞ് 8 to 8 ഒന്നും കഴിക്കില്ല. ചിലർ ഇത് കുറച്ചുകൂടെ ചെറിയ ഡ്യൂറേഷൻ ആക്കും. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, 6 o'clock ഡിന്നർ കഴിക്കും, 6 to നെക്സ്റ്റ് മോർണിംഗ് 8 ഒന്നും കഴിക്കില്ല. ഇതിനെയാണ് നമ്മൾ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുക. അതായത് ഒരു ഫേസ് ഓഫ് ടൈം. അപ്പോൾ ഡെയിലി ഇതേ രീതിയിൽ ചെയ്യുമ്പോൾ അത്രയും നേരം ഒന്നും കഴിക്കാതിരിക്കുന്നത് കൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകുമെന്ന് ഉള്ള ഒരു ഫാക്റ്റാണ് അതിലുള്ളത്. പക്ഷെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഡയബറ്റിസിൻ്റെ ലെവൽ അല്ലെങ്കിൽ സ്റ്റേജിങ് അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്, അതാണ് ഡയറ്റിങ്ങിനെ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു വ്യക്തി ഒരു ലോങ് പീരിയഡ് ഓഫ് ഫാസ്റ്റിംഗ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ ഒരു ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽസ് ഡൗൺ ആവുക. അതുകൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നേക്കാളും, ഡയബറ്റീസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനേക്കാളും കുറച്ച് ഗ്രേവ് ആയിരിക്കാം. ചിലപ്പം ഒരു ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം യെസ് എന്ന് പറയാം. എങ്കിൽ അത് പ്യോർലി ഓൺ ദ ബേസിസ് ഓഫ് കൺസൾട്ടേഷൻ ഓഫ് എ ഡോക്ടറാണ്. ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിലൂടെ അല്ലെങ്കിൽ അഡ്വൈസ് ഇല്ലാതെ ഒരു കാരണവശാലും ഒരു പാറ്റേൺ ഓഫ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എടുക്കാൻ പാടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ ഫുഡ് കഴിക്കുന്ന ഭാഗം, അപ്പം ഫാസ്റ്റിംഗ് ഫേസിൽ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഈ കഴിക്കുന്ന സമയം അത്രയും എത്ര ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വളരെയധികം ഫുഡ് കഴിച്ചാൽ ഒരു കാരണവശാലും ഈ നമ്മളുടെ ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവുക എന്നല്ലാതെ നമ്മുടെ ബോഡിയിലെ ഷുഗർ ലെവൽസ് ഡൗൺ ആവാൻ ചാൻസസ് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇൻ ജനറൽ അഡ്വൈസബിൾ അല്ല. ഇനി ആരെങ്കിലും അത് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ്റെയോ ഒരു ഡോക്ടറിൻ്റെയോ അഡ്വൈസിന്മേൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ.